എക്സാമ്പിൾ എന്ന ഇന്നത്തെ പ്രോഗ്രാമിൽ SSLC മൂന്നാമത്തെ അധ്യായം പ്രതികരണങ്ങൾക്ക് പിന്നിലെ രസതന്ത്രം ഈ അധ്യായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. പ്രതികരണങ്ങൾക്ക് പിന്നിലെ രസതന്ത്രം എന്ന അധ്യായത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നിരവധി പ്രതികരണങ്ങളും അവയുമായി ബന്ധപ്പെട്ട രാസപ്രവർത്തനങ്ങളും ഏതൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ആന്തരികമായും ബാഹ്യമായും നിരവധി ഉദ്ദീപനങ്ങൾ വരാറുണ്ട്. ഉദാഹരണത്തിന്, നമുക്ക് പലതരത്തിൽ അസുഖങ്ങൾ ഉണ്ടാകുന്നത് ആന്തരിക ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണമാണ്. അതേപോലെ പുറത്തുനിന്ന് ചൂട്, സ്പർശം, പ്രകാശം തുടങ്ങി ഉദ്ദീപനങ്ങൾ നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കാറുണ്ട്. മനുഷ്യൻ മാത്രമല്ല, എല്ലാ ജീവികളിലും ഇത്തരത്തിൽ ഉദ്ദീപനങ്ങളും അവയ്ക്കെതിരായ പ്രതികരണങ്ങളും ഉണ്ടാവാറുണ്ട്. 1, 2 അധ്യായങ്ങളിൽ പഠിച്ചതിൽ നിന്ന് അല്പം വിഭിന്നമായി ഇന്ന് നമ്മൾ ശരീരത്തിൽ ഏറ്റവും സാവധാനത്തിൽ നടക്കുന്ന പ്രതികരണ സംവിധാനത്തെക്കുറിച്ചാണ് പരിശോധിക്കുന്നത്. ഈ അധ്യായത്തിൽ പറയുന്ന മുഖ്യ വസ്തുതകൾ ഇനി ചുരുക്കി പറയാം. ഹോർമോണുകൾ എന്ന രാസ സന്ദേശവാഹകരെ കുറിച്ചാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ഉപാപചയ സഹായികളാണ് യഥാർത്ഥത്തിൽ ഈ ഹോർമോണുകൾ. അന്തസ്രാവി ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥികൾ നമ്മുടെ ശരീരത്തിൽ നിരവധിയുണ്ട്. ഏതാണ്ട് 10-11ഓളം ഗ്രന്ഥികളെ കുറിച്ച് നമുക്ക് അല്പം വിശദമായി പഠിക്കാനുമുണ്ട്. ഇതിൽ ഓരോ അന്തസ്രാവി ഗ്രന്ഥിയും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ എന്ന രാസവസ്തുക്കൾ രക്തത്തിലേക്ക് നേരിട്ട് സ്രവിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവയെ നാഡീരഹിത ഗ്രന്ഥികൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഡക്റ്റിലസ് ഗ്ലാൻസ് എന്ന് പറയാറുണ്ട്. ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങൾ നേരിട്ട് രക്തത്തിലേക്ക് പോകുന്നു. രക്തത്തിൽ നിന്ന് ഇവ എവിടെയാണോ കോശങ്ങളിൽ പ്രവർത്തിക്കേണ്ടത് അവിടെ പോയി പ്രവർത്തിക്കുന്നു. ശരീരത്തിൽ ഈ ഹോർമോണുകൾ നിരവധി ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ലവണ ജല സന്തുലനാവസ്ഥയ്ക്ക് സഹായിക്കുന്നു. അതേപോലെ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിലെ മിക്ക രാസവസ്തുക്കളുടെയും സാധാരണ നില കൈവരിക്കാൻ സഹായിക്കുന്നു. ഉദാഹരണത്തിന് ഗ്ലൂക്കോസ്, അതോടൊപ്പം ജലത്തിന്റെ അളവ്, കാൽസ്യത്തിന്റെ അളവ്, ഇങ്ങനെ പല മൂലകങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും കൃത്യമായ അളവ് നിയന്ത്രിക്കാൻ ഈ ഹോർമോണുകൾ സഹായിക്കുന്നു. ഹോർമോണുകളുടെ ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ നിരവധി തകരാറുകൾ ഹോർമോണുകളുടെ ഉൽപാദനവും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സംഭവിക്കാറുണ്ട്. ഈ പ്രശ്നങ്ങൾ കൂടി നമ്മുടെ ഈ അധ്യായത്തിൽ പരിശോധിക്കുന്നുണ്ട്. ഹോർമോൺ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അവയും നമ്മുടെ ചർച്ചയിൽ ഉൾപ്പെട്ടു വരുന്നതാണ്. കൂടാതെ ഫിറോമോണുകൾ എന്നറിയപ്പെടുന്ന രാസവസ്തുക്കളെ കുറിച്ചും മനുഷ്യരിലും മറ്റ് ജന്തുക്കളിലും അല്ലാതെ സസ്യങ്ങളിൽ കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള ഹോർമോൺ പോലെയുള്ള രാസവസ്തുക്കളെ കുറിച്ചും നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നുണ്ട്. ഹോർമോണുകൾ എന്നാൽ എന്ത് എന്ന സാധാരണ ചോദ്യത്തിന് നമ്മൾ പറയുന്ന മറുപടി ഇതാണ്. ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും കോശങ്ങൾ തമ്മിലുള്ള സന്ദേശവിനിമയത്തിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്യുന്ന രാസവസ്തുക്കളാണ് ഹോർമോണുകൾ. കോശങ്ങൾ തമ്മിൽ ആശയവിനിമയം നടക്കുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഹോർമോണുകളെ ആശയവിനിമയത്തിന് സഹായിക്കുന്ന അല്ലെങ്കിൽ സന്ദേശവാഹകരായി ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ, ചുരുക്കി പറഞ്ഞാൽ ഹോർമോണുകളെല്ലാം രാസ സന്ദേശവാഹകരായി നമ്മൾ പരിഗണിക്കുന്നു. നിരവധി ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അന്തസ്രാവി ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഹോർമോണുകൾ ശരീരത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് ഏതെല്ലാം സ്ഥലത്തേക്കാണ് പ്രവഹിക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഇവ രക്തത്തിലേക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ നേരിട്ട് സ്രവിക്കപ്പെടുന്നത്. അങ്ങനെ സ്രവിച്ചാലും എത്രയോ കണക്കിന് ഹോർമോണുകൾ അവയുടെ കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തിയാണ് പ്രവർത്തിക്കുന്നത്. മസ്തിഷ്കത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നവ, ശരീരത്തിലെ ഹൃദയം അല്ലെങ്കിൽ ശ്വാസകോശം ആ പ്രദേശങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നവ, ഉദരാശയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നവ, ഇവിടെയൊക്കെ ഉള്ള അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെല്ലാം യഥാർത്ഥത്തിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഈ പ്രവർത്തനം എങ്ങനെയാണ് ഇത്ര സൂക്ഷ്മമായും കണിശതയോടെയും നടക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി കോശങ്ങൾ ഓരോ ഗ്രന്ഥികളിലുമുണ്ട്. അന്തസ്രാവി കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ യഥാർത്ഥത്തിൽ നേരിട്ട് രക്തത്തിലേക്കാണ് സ്രവിക്കപ്പെടുന്നത്. രക്തലോമികളിലേക്ക് സ്രവിക്കപ്പെടുന്ന ഈ ഹോർമോണുകൾ അവിടെ നിന്ന് വിവിധ കോശങ്ങളിലേക്ക് പല സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി പ്രവേശിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഹോർമോണുകൾ രക്തത്തിലേക്ക് സ്രവിക്കപ്പെട്ടാൽ ഈ ഹോർമോണുകൾ ഏതാണോ അവയുടെ ലക്ഷ്യകല
ആ ലക്ഷ്യകലയിലേക്ക് പ്രവേശിക്കണം. ലക്ഷ്യകലയിലേക്ക് ആരാണ് ഈ ഹോർമോണുകളെ വഹിച്ചു കൊണ്ടുപോകുന്നത്? അല്ലെങ്കിൽ ഹോർമോണുകൾക്ക് തനിയെ ലക്ഷ്യകലയിൽ പ്രവേശിക്കാൻ കഴിയുമോ? ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, രക്തത്തിലേക്ക് സ്രവിക്കപ്പെടുന്ന ഈ ഹോർമോണുകൾ അവയുടെ ലക്ഷ്യകലകൾ യഥാർത്ഥത്തിൽ കോശങ്ങളാണ്. ഈ ലക്ഷ്യകലകളുടെ സമീപത്ത് എത്തുമ്പോൾ ഓരോ കോശത്തിനു പുറത്തും അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ചില സവിശേഷ തന്മാത്രകൾ, നമ്മൾ അവരെ വിളിക്കുന്നത് ഹോർമോൺ ഗ്രാഹികൾ എന്നാണ്, ഹോർമോൺ റിസപ്റ്റേഴ്സ്. ഈ കോശോപരിതലത്തിലോ മറ്റോ ഉള്ള ഹോർമോൺ ഗ്രാഹികൾ ഹോർമോണുകളെ സ്വീകരിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഹോർമോണുകൾ ഹോർമോൺ ഗ്രാഹികളുമായി ചേർന്ന് ഹോർമോൺ ഗ്രാഹി സംയുക്തം ഉണ്ടാകുന്നു. ഹോർമോൺ ഗ്രാഹി സംയുക്തം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ ഹോർമോണിന് അതുമായി ബന്ധപ്പെട്ട കോശത്തിലേക്ക് യാതൊരു തടസ്സവും കൂടാതെ പ്രവേശിക്കാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഹോർമോണുകളെ സ്വീകരിക്കുന്ന നല്ല സ്വീകർത്താക്കളാണ് ഈ ഹോർമോൺ റിസപ്റ്ററുകൾ അല്ലെങ്കിൽ ഹോർമോൺ ഗ്രാഹികൾ. ഇവയുടെ പ്രവർത്തനത്താൽ അല്ലെങ്കിൽ സഹായത്താൽ ഹോർമോണുകൾ നേരെ ലക്ഷ്യകലകളിലേക്ക് പ്രവേശിക്കുന്നു. ഓരോ ഹോർമോണുകളും നിശ്ചിത ലക്ഷ്യകലകളിൽ പ്രവേശിക്കുന്നതിന് കാരണം ഈ ഹോർമോൺ ഗ്രാഹികളാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. നമുക്ക് ഈ സ്ക്രീനിൽ കാണാം എങ്ങനെയാണ് ഓരോ ഹോർമോണും ലക്ഷ്യകലകളെ തിരിച്ചറിയുന്നത്. എന്നിട്ട് ഈ ഓരോ ഹോർമോണുകളും കോശങ്ങളെ എപ്രകാരമാണ് സ്വാധീനിക്കുന്നത്. ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരമായി നമുക്ക് ഈ ആനിമേഷൻ ഒന്ന് ശ്രദ്ധിക്കാം. അന്തസ്രാവി കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ലക്ഷ്യകലകളിലേക്ക് പ്രവേശിച്ചാൽ എന്ത് സംഭവിക്കുന്നു നോക്കൂ. ഓരോ ഹോർമോണിനെയും സ്വീകരിക്കുന്നതിന് പ്രത്യേകതരം ഗ്രാഹികളുണ്ട്. ഈ ഗ്രാഹികൾ ഹോർമോണുകളെ കോശത്തിനകത്തേക്ക് നയിച്ചാൽ ഹോർമോൺ ഗ്രാഹി സംയുക്തം ഉണ്ടാകുന്നു. ഇതിന്റെ ഫലമായി കോശത്തിനകത്ത് ചില രാസാഗ്നികൾ അല്ലെങ്കിൽ എൻസൈമുകൾ പ്രവർത്തന സജ്ജമാകുന്ന രാസാഗ്നികൾ അല്ലെങ്കിൽ എൻസൈമുകൾ കോശത്തിന്റെ പ്രവർത്തനത്തിലോ ഘടനയിലോ വ്യത്യാസമുണ്ടാക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രവേശിക്കുന്ന ഹോർമോണുകൾ ചില രാസാഗ്നികളെ ഉൽപ്പാദിപ്പിക്കുകയും ആ രാസാഗ്നികൾ കോശത്തിന്റെ പ്രവർത്തനത്തിലോ ഘടനയിലോ കാര്യമായ മാറ്റമുണ്ടാക്കുകയും ചെയ്യും. ഇതാണ് ഹോർമോണുകൾ യഥാർത്ഥത്തിൽ ശരീരത്തിൽ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ നിരവധി അന്തസ്രാവി ഗ്രന്ഥികളുണ്ട്. അപ്പം മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായി പറയുന്ന ഹോർമോൺ ഉൽപാദക ഗ്രന്ഥികൾ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പീനിയൽ എന്നീ ഗ്രന്ഥികളാണ്. കഴുത്തിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന ഗ്രന്ഥികളാണ് തൈറോയിഡ് ഗ്രന്ഥിയും പാരാതൈറോയിഡ് ഗ്രന്ഥിയും. തിരിച്ച് നമ്മുടെ ഉദരാശയത്തിലേക്ക് പോയാൽ വൃക്കകളുടെ മുകളിൽ കാണപ്പെടുന്ന അധിവൃക്കാഗ്രന്ഥി അഥവാ അഡ്രിനൽ ഗ്ലാൻഡ്, അതേപോലെ നമ്മുടെ ഉദരത്തിന് താഴെയായി ആമാശയത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി, അതോടൊപ്പം പ്രത്യുൽപാദന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട വൃഷണങ്ങൾ, അണ്ഡാശയങ്ങൾ, ഇവയൊക്കെ നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഹോർമോൺ ഉൽപാദക കേന്ദ്രങ്ങളാണ്. ഈ ഹോർമോണുകൾ ലക്ഷ്യകലകളിൽ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് പാഠപുസ്തകത്തിൽ ഒരു പട്ടിക നൽകിയിട്ടുണ്ട്. അഡ്രിനാലിൻ, കോർട്ടിസോൾ, ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, തൈറോക്സിൻ, സൊമാറ്റോട്രോപ്പിൻ എന്നീ ഹോർമോണുകൾ ഏതൊക്കെ ലക്ഷ്യകലകളാണ് പ്രവർത്തിക്കുന്നത്, ലക്ഷ്യകലകളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ലക്ഷ്യകലകൾക്കും അതുമായി ബന്ധപ്പെട്ട അവയവങ്ങൾക്കും എന്ത് പ്രധാനപ്പെട്ട മാറ്റമാണ് വരുന്നത് എന്നും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഹോർമോൺ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ഹോർമോണുകളെ പരിചയപ്പെടുത്തുകയാണ് ഇനി. നമ്മുടെ നാട്ടിൽ ഏറ്റവും സർവ്വസാധാരണമായി കാണുന്ന ഒരു അസുഖമായി മാറിയിട്ടുണ്ട് പ്രമേഹം. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വളരെ കൂടുതൽ വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന ഒരു അസുഖമായിട്ടാണ് നമ്മൾ ഈ പ്രമേഹ രോഗത്തെ കാണുന്നത്. ഇങ്ങനെയുള്ള രോഗികളുടെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും എന്ന് മാത്രമല്ല, അവരുടെ ശരീരത്തിൽ അമിതമായി വരുന്ന ഗ്ലൂക്കോസ് അവരുടെ മൂത്രത്തിലൂടെ സ്രവിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി. നമ്മുടെ ആമാശയത്തിന് തൊട്ട് താഴെയായി ആമാശയം കഴിഞ്ഞിട്ട് വരുന്ന പക്വാശയം എന്ന് പറയുന്ന ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണിത്. പക്വാശയത്തിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഈ ഗ്രന്ഥി യഥാർത്ഥത്തിൽ ശരീരത്തിലെ മധുരഗ്രന്ഥി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
മധുര ഗ്രന്ഥി. ഈ ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസിന്റെ കലകൾ പൊതുവെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നാണ് അറിയപ്പെടുന്നത്. കുറെ ദ്വീപുകളുടെ സമൂഹമാണ് ഈ ആഗ്നേയ ഗ്രന്ഥി. ഇവിടെയുള്ള ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശദ്വീപുകൾ, ദ്വീപുകൾ എന്ന് സൂചിപ്പിച്ചത് കോശങ്ങളുടെ സമൂഹമാണ്. ഈ കോശദ്വീപ സമൂഹത്തിൽ 2 തരത്തിലുള്ള പ്രധാനപ്പെട്ട കോശങ്ങളുമുണ്ട്. ആഗ്നേയ ഗ്രന്ഥിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോശങ്ങൾ ഒന്നാണ് ബീറ്റാ കോശങ്ങൾ. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഭക്ഷണശേഷം, അതായത് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ രക്തത്തിൽ ഉദാഹരണത്തിന് 100 മില്ലി ലിറ്റർ രക്തം എടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് 70 മുതൽ 110 വരെ മില്ലിഗ്രാം ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കണം എന്നതാണ്. 100 മില്ലി ലിറ്റർ രക്തമെടുത്താൽ അതിൽ 70 മുതൽ 110 വരെ മില്ലിഗ്രാം ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കണം. എന്നാൽ ഭക്ഷണശേഷം ഇതിന്റെ അളവ് 140 കണ്ട് ഉയരും. ഭക്ഷണത്തിന് ശേഷം 140 കണ്ട് ഉയർന്നാൽ ഉയർന്ന അത്രയും ഗ്ലൂക്കോസിനെ രക്തത്തിൽ കുറയ്ക്കേണ്ടതുണ്ട്. അതിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണാണ് ഇൻസുലിൻ. അത് ഈ ബീറ്റാ കോശങ്ങളാണ് ഉത്പാദിപ്പിക്കുന്നത്. അപ്പോൾ ആഗ്നേയ ഗ്രന്ഥിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോശ സമൂഹങ്ങളിൽ ഒന്നായ ബീറ്റാ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോൺ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കോശം ഈ ബീറ്റാ കോശങ്ങളോടൊപ്പം തന്നെ കാണപ്പെടുന്ന ആൽഫ കോശങ്ങളാണ്. ആൽഫ കോശങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആൽഫ കോശങ്ങൾ മറ്റൊരു തരം ഹോർമോണുകളെ ഉത്പാദിപ്പിക്കുന്നു. ആ ഹോർമോണുകളെ നമ്മൾ സാധാരണഗതിയിൽ ഗ്ലൂക്കഗോൺ എന്നാണ് വിളിക്കുന്നത്. ഇൻസുലിൻ എന്ന ഹോർമോൺ എന്താണോ ചെയ്തത് അതിന്റെ നേർ വിപരീതമായ സംഗതിയാണ് യഥാർത്ഥത്തിൽ ഈ ഗ്ലൂക്കഗോൺ ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂക്കഗോൺ എന്തായിരിക്കും ചെയ്യുക? അധികം വന്ന ഗ്ലൂക്കോസിനെ ഈ ഇൻസുലിൻ വന്നിട്ട് കരളിൽ ഗ്ലൈക്കോജൻ എന്ന രൂപത്തിലേക്ക് മാറ്റുന്നത് കൊണ്ട് ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ കുറയും. അതേസമയം ഗ്ലൂക്കഗോൺ വന്ന് മറ്റൊരു തരത്തിലുള്ള പ്രവർത്തനമാണ് ചെയ്യുന്നത്. ഗ്ലൂക്കഗോൺ വന്നിട്ടാണ് ചെയ്യുന്നത്, ഈ ഗ്ലൂക്കഗോൺ കരളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ എന്ന രൂപത്തിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെ വീണ്ടും ഗ്ലൂക്കോസ് തന്നെയാക്കി രക്തത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരും. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ സഹായിക്കുന്നയാളാണ് ഈ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോൺ. നമുക്ക് സ്ക്രീനിൽ അവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഒരു ചുരുക്കരൂപം കാണാം. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് അധികമാകുമ്പോൾ ഇൻസുലിൻ വന്നിട്ട് 2 പ്രധാനപ്പെട്ട പ്രക്രിയകളിലൂടെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നു. ഒന്ന്, വിവിധ കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസിനെ കടത്തിവിടുന്ന പ്രക്രിയ വേഗത്തിലാക്കും. അപ്പോൾ ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ കുറയും. രണ്ടാമത്തേത്, ഗ്ലൈക്കോജൻ, കൊഴുപ്പ്, മാംസ്യം എന്നീ രൂപത്തിലേക്ക് ഗ്ലൂക്കോസിനെ മാറ്റും. ഈ 2 പ്രക്രിയകളിലൂടെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നത് വഴി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സാധാരണഗതിയിൽ നിലനിർത്തപ്പെടും. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സാധാരണ നിലയിൽ നിലനിർത്താൻ ഇൻസുലിന് വലിയ പങ്കാണുള്ളത് എന്ന് മനസ്സിലാക്കാം. മറ്റൊന്ന്, ഗ്ലൂക്കഗോണിന്റെ പ്രവർത്തനം. അത് നമുക്ക് ഈ മോണിറ്ററിൽ കാണുന്ന വിധം ചുരുക്കി പറയാം. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നു എന്ന് കരുതുക. കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഗ്ലൂക്കഗോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നു. നമുക്കറിയാം, ഗ്ലൂക്കഗോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നത് പാൻക്രിയാസിലെ ആൽഫ കോശങ്ങളുടെ സഹായത്താലാണ്. ആൽഫ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഗ്ലൂക്കഗോൺ ഗ്ലൈക്കോജനെയും അമിനോ ആസിഡുകളെയും ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. മുമ്പ് ഇൻസുലിൻ കരളിലെ കോശങ്ങളിൽ ഗ്ലൈക്കോജൻ എന്ന രൂപത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെ തിരിച്ച് ഗ്ലൂക്കോസിന്റെ രൂപത്തിലേക്ക് മാറ്റുന്നത് ഈ ഗ്ലൂക്കഗോണാണ്. അപ്പൊ ഇത്തരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ സ്ഥിരമായി നിലനിർത്തപ്പെടുന്നത് അല്ലെങ്കിൽ മാറ്റമില്ലാതെ നിലനിർത്തപ്പെടുന്നത് ഇൻസുലിൻ എന്ന ഹോർമോണിന്റെയും ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണിന്റെയും പരസ്പര വിരുദ്ധമായ പ്രവർത്തനത്താലാണ്. പരസ്പരം വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ ഹോർമോണുകളുടെ പ്രവർത്തനത്താൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായി നിലനിർത്തപ്പെടുന്നു. അപ്പോൾ പാൻക്രിയാസിന് ഇത്തരത്തിൽ വലിയ സവിശേഷമായ പങ്കാണ് വഹിക്കാനുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായ പ്രമേഹ രോഗം. ഈ പ്രമേഹ രോഗത്തിന് കാരണം ഇൻസുലിന്റെ തകരാറാണ്. ഇൻസുലിന്റെ തകരാറ് എങ്ങനെയൊക്കെ വരാം അത് ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ പറഞ്ഞതുപോലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നത്. ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ നശിക്കാം, ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തേത്, ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടാം, പക്ഷേ ഈ ഇൻസുലിൻ
തീർത്തും പ്രവർത്തനക്ഷമമല്ലാതെയാവാം. ഇനാക്റ്റീവ് ഇൻസുലിൻ എന്ന് നമ്മൾ പറയും. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിന് പ്രവർത്തനക്ഷമം ഇല്ലാതിരിക്കുക. മൂന്നാമത്തെ സംഗതി, നമുക്കറിയാം ഹോർമോണിനെ ഏതെങ്കിലും കോശത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഹോർമോൺ ഗ്രാഹിയാണ്. അപ്പൊ ഇൻസുലിൻ എന്ന ഹോർമോണിനെ ഏതെങ്കിലും കോശത്തിനകത്തേക്ക് കൊണ്ടുപോകുന്നത് ഒരു ഹോർമോൺ ഗ്രാഹിയായിരിക്കണമല്ലോ. ഈ ഹോർമോൺ ഗ്രാഹികൾ പ്രവർത്തനക്ഷമമല്ലാതായാലും ഇത്തരത്തിലുള്ള പ്രശ്നം വരാം. അപ്പൊ പ്രമേഹ രോഗത്തിന് കാരണം പൊതുവെ ഈ 3 രീതിയിൽ നമുക്ക് ക്രോഡീകരിക്കാം. ഒന്ന്, ബീറ്റാ കോശങ്ങൾ നശിക്കാം. രണ്ടാമത്തേത്, ഇൻസുലിൻ തന്നെ പ്രവർത്തനക്ഷമം അല്ലാത്തതായി രൂപപ്പെടാം. മൂന്നാമത്തേത്, ഇൻസുലിനെ കോശങ്ങൾക്കകത്തേക്ക് കൊണ്ടുപോകേണ്ട ഇൻസുലിൻ ഗ്രാഹികൾക്ക് ശരിയായി പ്രവർത്തിക്കാൻ കഴിയാതെ വരാം. അങ്ങനെയാണെങ്കിൽ രക്തത്തിൽ അധികരിക്കുന്ന ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരും. ഈ അവസ്ഥയാണ് നമ്മൾ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് വിളിക്കുന്നത്. രക്തത്തിലൂടെ ഗ്ലൂക്കോസ് അമിതമായി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റസ്. ഇത് തന്നെ നമ്മുടെ സ്കൂളുകളിൽ പരീക്ഷണത്തിന്റെ രൂപത്തിൽ കാണിക്കാറുണ്ട്. എന്താണ് ആ പരീക്ഷണം? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം അറിയുന്ന ഒരു പരീക്ഷണമാണ്. വളരെ ഈസിയായി ചെയ്യാവുന്ന, ലളിതമായി ചെയ്യാവുന്ന ഒരു പരീക്ഷണമാണ്. ഇതിന് വേണ്ടത് ബെനഡിക്ട് റിയേജന്റ് ആണ്. നമ്മുടെ ലാബിൽ ഈ ബെനഡിക്ട് റിയേജന്റ് കാണും. ഒരു ടെസ്റ്റ് ട്യൂബിൽ ബെനഡിക്ട് റിയേജന്റ് ഒരു 5 മില്ലി എടുക്കുക. അതിനകത്തേക്ക് മൂത്രം ഒരു 7-8 തുള്ളി ഒഴിച്ചതിന് ശേഷം ഒരു സ്പിരിറ്റ് ലാമ്പിന് മുകളിൽ വെച്ച് ചൂടാക്കുക. ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പിളിൽ ഗ്ലൂക്കോസിന്റെ അളവ് ഉണ്ടെങ്കിൽ ഇതിന്റെ നിറം മാറും. പല രീതിയിൽ നിറം മാറാം. ആ നിറം മാറ്റം ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ബെനഡിക്ട് റിയേജന്റിന് നീല നിറമാണ്. നീല നിറത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ യൂറിനിൽ യഥാർത്ഥത്തിൽ ഗ്ലൂക്കോസ് ഇല്ല എന്നാണ്. കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ, 0.5% ഉണ്ടെങ്കിൽ നിറം അല്പം പച്ചയായിട്ട് മാറും. അല്പം കൂടി ഉണ്ടെങ്കിൽ, 1% ഉണ്ടെങ്കിൽ അല്പം കൂടി മഞ്ഞ നിറമാവും. 1.5% ആണെങ്കിൽ ഓറഞ്ച് നിറം കാണിക്കും. 2% അതിൽ കൂടുതലോ ഗ്ലൂക്കോസ് മൂത്രത്തിലുണ്ടെങ്കിൽ കടും ചുവപ്പ് നിറത്തിലായിരിക്കും കാണുക. ഇത് ബെനഡിക്ട് റിയേജന്റ് ഉപയോഗിച്ച് മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം അറിയാനുള്ള ഒരു പരീക്ഷണമാണ്. അപ്പോ പാൻക്രിയാസ് എന്ന ഗ്രന്ഥി നമുക്ക് ഏറെ ഗുണപരമായ സവിശേഷതകൾ സമ്മാനിക്കുന്ന ഒന്നാണ്. ഇതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കഴുത്തിൽ കാണപ്പെടുന്ന ഒരു ഗ്രന്ഥി. കഴുത്തിൽ ഈ ശ്വാസ നാളത്തിൽ അതിന്റെ തുടക്കത്തിൽ ശബ്ദപേടകത്തിന് ചേർന്ന് കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് ഈ തൈറോയ്ഡ് ഗ്രന്ഥി. കഴുത്തിൽ ഇരുവശങ്ങളിലായി ചിത്രശലഭത്തിന്റെ ആകൃതിയിലാണ് ഈ ഗ്രന്ഥി കാണപ്പെടുന്നത്. ഈ ഗ്രന്ഥിക്കും സാമാന്യേന നമ്മുടെ പാൻക്രിയാസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഘടനാപരമായ നിരവധി സവിശേഷതകളുണ്ട്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണുകളിലൊന്ന് തൈറോക്സിൻ എന്ന ഹോർമോണാണ്. തൈറോക്സിൻ എന്നത് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ്. എന്തൊക്കെയാണ് ഈ തൈറോക്സിൻ ചെയ്യുന്നത്? നമ്മൾ കഴിക്കുന്ന പോഷക ഘടകങ്ങളെ വിഘടിപ്പിക്കുന്നു. പ്രോട്ടീനെ വിഘടിപ്പിക്കുന്നു, കാർബോഹൈഡ്രേറ്റുകൾ അല്ലെങ്കിൽ ധാന്യങ്ങളെ വിഘടിപ്പിക്കുന്നു. ഇങ്ങനെ കഴിക്കുന്ന പോഷക ഘടകങ്ങളെ വിഘടിപ്പിക്കുന്നു. അതുവഴി നമുക്ക് ഊർജം കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ശരീരത്തിൽ ഊർജോൽപാദനത്തിന് ഇവ സഹായിക്കുന്നു എന്ന് പറയാം. ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ ശാരീരിക പ്രവർത്തനങ്ങളുടെ നിരക്ക് കൂടും. സ്വാഭാവികമായിട്ടും ശരീര വളർച്ചയ്ക്ക് കാരണമാകും, മസ്തിഷ്ക വളർച്ചയ്ക്ക് കാരണമാകും. അതേപോലെ നമ്മുടെ ശരീരത്തിലെമ്പാടും ഓക്സിജൻ എത്തിക്കുന്നത് രക്തത്തിന്റെ പര്യനം മൂലമാണ്. രക്തത്തെ നന്നായി പര്യനം നടത്തണമെങ്കിൽ നല്ല ഹൃദയസ്പന്ദന നിരക്കുണ്ടെങ്കിലേ പറ്റൂ. അത്തരത്തിൽ ഹൃദയസ്പന്ദന നിരക്കിനെ നിയന്ത്രിക്കുന്നതും ഈ തൈറോക്സിൻ ആണ്. അപ്പോൾ പോഷക ഘടകങ്ങളുടെ വിഘടനം, ശരീരത്തിന്റെ ഊർജോൽപാദനം, ശരീര കോശങ്ങളുടെ വളർച്ച, അതേപോലെ തന്നെ മസ്തിഷ്ക കോശങ്ങളുടെ വളർച്ച, അതോടൊപ്പം ഹൃദയസ്പന്ദനത്തെ നിയന്ത്രിക്കൽ, ഇവയെല്ലാം തൈറോക്സിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ധർമ്മമാണ്. നമുക്കറിയാം തൈറോക്സിന്റെ അളവ് കുറയുന്നതിന് കാരണം ഭക്ഷണത്തിൽ അയഡിൻ ഇല്ലാത്തതാണ്. അയഡിൻ ഇല്ലാത്തത് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ഗോയിറ്റർ. നമ്മളത് പണ്ട് ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തൈറോക്സിന്റെ ഏറ്റക്കുറച്ചിൽ പ്രധാനപ്പെട്ട പല അസുഖങ്ങളും ഉണ്ടാക്കാം. തൈറോക്സിന്റെ അളവ് കൂടുന്നത് ഹൈപ്പർ തൈറോയിഡിസം എന്നും തൈറോക്സിന്റെ അളവ് കുറയുന്നത് ഹൈപ്പോ തൈറോയിഡിസം എന്നും പറയും. നിങ്ങൾ സ്ക്രീനിൽ നോക്കൂ. ഹൈപ്പർ തൈറോയിഡിസത്തിന് ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നത്
എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന അസുഖമാണ്. കണ്ണ് പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥ. ഹൈപ്പോ തൈറോയിഡിസത്തിന് ഉദാഹരണമായി 2 അസുഖങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടികളിൽ ഉണ്ടാവുന്ന ക്രെട്ടിനിസം എന്ന അസുഖവും മുതിർന്നവരിൽ ഉണ്ടാവുന്ന മിക്സഡിമ എന്ന അസുഖവും. കുട്ടികളിൽ ക്രെട്ടിനിസം അവരുടെ ശാരീരിക മാനസിക വളർച്ച മുരടിക്കാൻ കാരണമാകും. മുതിർന്നവരിൽ തൈറോക്സിന്റെ കൂടുതൽ മൂലം ഉണ്ടാകുന്ന മിക്സഡിമ എന്ന അസുഖം അവരുടെ ഊർജോൽപാദനം കൂട്ടും, ശരീരഭാരം കൂടും, കണ്ണുകൾ പുറത്തേക്ക് തള്ളാൻ കാരണമാകും. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിനും ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വളരെ കാര്യമായ പങ്ക് വഹിക്കാനുണ്ട്. തൈറോയിഡ് ഗ്രന്ഥിക്ക് തൊട്ടു മുകളിലുള്ള 4 ചെറിയ ഗ്രന്ഥികളാണ് പാരാതൈറോയിഡ് ഗ്രന്ഥികൾ. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന പാരാതൈറോയിഡ് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന പാരാതോർമോൺ എന്ന ഹോർമോണും മുമ്പ് പറഞ്ഞ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിൻ എന്ന ഹോർമോൺ, ഇവർ രണ്ടും ചേർന്നാണ് യഥാർത്ഥത്തിൽ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്നത്. സ്ക്രീനിലേക്ക് നോക്കൂ. നമ്മുടെ രക്തത്തിൽ, അതായത് 100 മില്ലി ലിറ്റർ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് 10 മുതൽ 12 വരെ മില്ലിഗ്രാമാണ് വേണ്ടത്. എന്തെങ്കിലും കാരണവശാൽ കാൽസ്യത്തിന്റെ അളവ് കൂടിയാൽ, രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൂടിയാൽ ഉടനെ തൈറോയിഡ് ഗ്രന്ഥി കാൽസിറ്റോണിനെ ഉൽപ്പാദിപ്പിക്കും. കാൽസിറ്റോണിൻ വന്നിട്ട് അധികം വന്ന കാൽസ്യത്തിനെ അസ്ഥികളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാം, കുറെയൊക്കെ വൃക്കകളിലൂടെ അരിച്ചു കളയാം, കുറെയൊക്കെ മറ്റ് ശരീര ദ്രവങ്ങളിലൂടെ പുറന്തള്ളാം. അതേസമയം കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ രക്തത്തിലേക്ക് കാൽസ്യത്തെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് സഹായിക്കുന്നത് പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതെർമോൺ എന്ന ഹോർമോണാണ്. ഇത് മുമ്പേ അസ്ഥികളിലേക്ക് കൊണ്ടുപോയ കാൽസ്യത്തെ തിരിച്ചെടുക്കാം, വൃക്കകളിലൂടെ കാൽസ്യത്തെ കൂടുതൽ പുനരാഗിരണം ചെയ്യാം, കുടലിലൂടെ കൂടുതലായിട്ട് ആഗിരണം ചെയ്യാം. ഇതേപോലെ വൃക്കകൾക്ക് മുകളിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി അഥവാ അതിവൃക്ക ഗ്രന്ഥി. ഈ ഗ്രന്ഥിക്ക് 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. അതിവൃക്ക ഗ്രന്ഥിയുടെ പുറം ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് കോർട്ടക്സ് എന്നാണ്, ഉൾഭാഗത്തെ വിളിക്കുന്നത് മെഡുല എന്നാണ്. ഈ 2 ഭാഗങ്ങളും വ്യത്യസ്ത ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. കോർട്ടക്സ് ആണെങ്കിൽ കോർട്ടിസോൾ, ലൈംഗിക ഹോർമോണുകൾ, ആൽഡോസ്റ്റിറോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. മെഡുലയാണെങ്കിൽ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ എന്നീ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പുസ്തകത്തിൽ നൽകിയിരിക്കുന്ന ചിത്രീകരണം പഠിക്കാൻ വളരെ എളുപ്പത്തിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു സ്വാഭാവിക ചോദ്യമുണ്ട്. കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകളിൽ ഒന്നായ കോർട്ടിസോൾ മാംസത്തെയും കൊഴുപ്പിനെയും വിഘടിപ്പിക്കുന്നു, അമിനോ ആസിഡിനെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്നു, കരളിൽ ഗ്ലൈക്കോജനെ സംഭരിക്കുന്നു, പ്രതിരോധ കോശങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു എന്നീ ജോലികളാണ് കോർട്ടിസോൾ ചെയ്യുന്നത്. ആൽഡോസ്റ്റിറോൺ ആണെങ്കിൽ ശരീരത്തിലെ ലവണ ജല സന്തുലനാവസ്ഥ പാലിക്കാൻ സഹായിക്കുന്നു. നമ്മൾ പറഞ്ഞു അതിവൃക്ക ഗ്രന്ഥിയുടെ അല്ലെങ്കിൽ അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾവശത്തെ വിളിക്കുന്ന പേര് മെഡുല എന്നാണ്. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഹോർമോണുകളെയാണ് ഈ മെഡുല ഉൽപ്പാദിപ്പിക്കുന്നത്. അതിന്റെ പേര് അഡ്രിനാലിൻ എന്നും നോർ അഡ്രിനാലിൻ എന്നുമാണ്. എപ്പോഴൊക്കെയാണ് ഈ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ശരീരത്തിൽ അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അടിയന്തര സാഹചര്യങ്ങളിലാണ്. അല്ലാത്ത സന്ദർഭങ്ങളിൽ നോർ അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കും. യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ 3F ഗ്ലാൻഡ് എന്നാണ് ഈ അതിവൃക്ക ഗ്രന്ഥിയെ നമ്മൾ വിളിക്കുന്നത്. ഫ്ലൈറ്റ്, ഫ്രൈറ്റ്, ഫൈറ്റ്. അതായത് പേടിക്കാനും പിന്തിരിഞ്ഞോടാനും സഹായിക്കുന്ന ഹോർമോണായ അഡ്രിനാലിനെ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. രക്തപ്രവാഹത്തിന്റെ നിരക്ക് കൂട്ടുക, രക്തത്തിലെ ഓക്സിജന്റെ പ്രവാഹം കൂട്ടുക, ഗ്ലൂക്കോസിന്റെ പ്രവാഹം കൂട്ടുക, വളരെ വലിയ കാര്യങ്ങളാണ് ഈ അഡ്രിനാലിൻ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ അടിയന്തര ഹോർമോൺ എന്നും വിളിക്കുന്നു. അടിയന്തര ഹോർമോൺ എന്ന് അഡ്രിനാലിൻ അറിയപ്പെടുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഇത്രയും ധർമ്മങ്ങളാണ് അത് ചെയ്യുന്നത്. ഹൃദയമിടിപ്പ് കൂട്ടുന്നു, രക്തസമ്മർദ്ദം കൂട്ടുന്നു, കൈകാലുകളിലേക്കുള്ള രക്തപ്രവാഹം കൂട്ടുന്നു, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നു. അതുവഴി പോരാടാനും പിന്തിരിഞ്ഞോടാനും അടിയന്തര സാഹചര്യങ്ങളിൽ ഈ അഡ്രിനാലിൻ സഹായിക്കുന്നു. നോർ അഡ്രിനാലിൻ പിന്നെ എന്തിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? രണ്ടും ചെയ്യുന്നത് ഒരേ ജോലിയാണ്. അഡ്രിനാലിൻ ചെയ്യുന്നതും നോർ അഡ്രിനാലിൻ ചെയ്യുന്നതും ഒരേ ജോലിയാണ്. പിന്നെ എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? സാധാരണ സാഹചര്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നോർ അഡ്രിനാലിൻ, അടിയന്തര സാഹചര്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അഡ്രിനാലിൻ. അപ്പോ ഈ ഹോർമോണും ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതാണ്. അത്തരത്തിൽ ഈ പാഠഭാഗങ്ങൾ ഭംഗിയായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്.